ഖുസ്ബിന് സായിദ. ഖുസ്ബിന് സായിദ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 600-ലാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ ഫുള്ള് പേര് ഖുസ്ബിന് സായിദ് ബിൻ അംർ ബിൻ അദി ഹുദാഫ. അസ്കഫ് നജ്റ ഫി യമൻ. യമനിലെ പുരോഹിത വിഭാഗത്തിൽപ്പെട്ട ബിഷപ്പിൽ ഒരു അസ്കഫ് നജ്റ എന്ന് പറഞ്ഞാൽ പുരോഹിത വർഗത്തിൽപ്പെട്ടതാണ്. അഥവാ ഒരു ബിഷപ്പായിരുന്നു ഇദ്ദേഹം. ഖത്തീബുൽ അറബ്, നല്ലൊരു പ്രഭാഷകൻ. അറബിയിൽ നല്ല ഗാംഭീര്യ പ്രഭാഷകൻ. ഹക്കീം, അറബിയിൽ നല്ല ഹിക്മത്ത് പറയുന്ന ആളാണ്. ഖദ് ശഅ അന്നഹു മിൻ ഇയാദ്. ഇയാദിലാണ് അദ്ദേഹത്തിൻ്റെ കബീല. ഇയാദി ഖുസ്ബിൻ സായിദ അൽ ഇയാദി എന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അദ്ദേഹത്തിൻ്റെ മതം വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അർജഹ അഭിപ്രായം, പ്രബലമായ അഭിപ്രായം നസ്രാനി എന്നുള്ളതാണ്. ഖാൻ അബൂഹു നസ്രാനിയൻ, കാരണം അദ്ദേഹത്തിന് ഉപ്പ നസ്രാനിയായിരുന്നു. വലാക്കിൻ, എങ്കിലും ഖാന അദ്ദേഹത്തിനുണ്ടായിരുന്നു യുഅ്മിനു ഫി തൗഹീദ്, ഏകദൈവ വിശ്വാസം ഉണ്ടായിരുന്നു. വയോമ ഹിസാബ്, വിചാരണ നാളിനെക്കുറിച്ചുള്ള വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ദീനിലേക്ക് വിളിച്ചത് ബിൽ ഹിക്മത്തി വൽ മൗഇളത്തിൽ ഹസന, ഹിക്മത്ത് കൊണ്ടും നല്ല ഉപദേശങ്ങളും കൊണ്ടാണ്. അദ്ദേഹം അവ്വലു മൻ ഖതബ അല ഷർഫ്, ആദ്യമായി ഒരു മിമ്പറിൽ, ഒരു ഒരു പീഠത്തിൽ കയറി പ്രസംഗിച്ച അദ്ദേഹമാണ്. ഒരു സൈഫിൽ ചാരണം കൊണ്ട് ഒരു വാള് പിടിച്ച് പ്രസംഗിച്ച അദ്ദേഹമാണ്. അവലുമൻ ഖാല അമ്മാബാദ്, ആദ്യമായിട്ട് പറഞ്ഞത് അദ്ദേഹമാണ്. അവലും മൻ കതബ, എഴുതിയത് അതെന്ത് മിൻ ഫുലാൻ ഇലാ ഫുലാൻ എന്ന് ആദ്യമായിട്ട് എഴുതിയ അദ്ദേഹമാണ്. നബിതങ്ങൾ പറയുന്നത് നബിതങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടുണ്ട്. മിൻ സുക്കുക്കാൽ, എവിടെ വെച്ച്? സുക്കുക്കാലിൽ വെച്ചിട്ട്. ഇവിടെ എങ്ങനെ കണ്ടത്? വഹുവ യഖ്തുബു അല ജുമിൻ അഹ്മർ, ഒരു ചുവന്ന ഒട്ടകത്തിൻ്റെ മേൽ പറയുന്നത്. ഫഖാൽ, അത് കേട്ടപ്പോൾ നബിതങ്ങൾ പറഞ്ഞു, റഹിമല്ലാഹു ഖുസ്ബിന് സായിദക്ക് അല്ലാഹു തആല റഹ്മത്ത് ചെയ്യട്ടെ. അന്നീല അർജു യൗമൽ ഖിയാമ അൻ യബ്അസ ഉമ്മത്തൻ വാഹിദ, ഒരൊറ്റ ഉമ്മത്തായി, വഹദ്, ഒരു ഉമ്മത്തായിട്ട് ഖിയാമത്ത് നാളിൽ പുനർജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. കാന ഉസ്ലുബുഹു മത്ബുഅ, നല്ല ജന്മന കിട്ടിയ കഴിവ്, ശൈലികളൊക്കെ നല്ല ശൈലിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മുഴുവനും തറഖ്ബു ഫിൽ ഖൈർ, ഖൈറിലേക്ക് പ്രേരിപ്പിക്കുന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഖുതുബയിൽപ്പെട്ടതാണ് അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇസ്മഊ, കേൾക്കൂ, വഉ, മനസ്സിലാക്കൂ, ഇന്നഹു മൻ ആശ, ഒരാൾ ജീവിച്ചാൽ മാത്ത, അവൻ മരിക്കും. അവൻ മാത്ത, മരിച്ചു കഴിഞ്ഞാൽ ഫാസ്, ഒക്കെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ദുനിയാവിലെ സുഖങ്ങളൊക്കെ അവിടെ നഷ്ടപ്പെട്ടു. ചിന്തിക്കണം. മൻ ഹിക്മഹി, അവൻ്റെ ഹിക്മത്തിൽപ്പെട്ട അയ്യറക ശൈഅൻ ഫഫീഹി മിസ്ലുഹു, നമ്മളൊരാളെ മോശപ്പെടുത്തിയാൽ, പരിഹസിച്ചാൽ ഇതുപോലത്തൊന്ന് നമ്മളിലേക്കും വരും. മൻ വലമക്ക, നീ ആരെങ്കിലും ആക്രമിച്ചാൽ അതുപോലത്തൊരു അക്രമം തനിക്കും വരും. അതുകൊണ്ട് നീ ഒരാളെ തടയുകയാണെങ്കിൽ നീ ആദ്യം ഫബ്ദഅ ബിനഫ്സിക്, അത് സ്വയം നന്നായിട്ട് മറ്റുള്ളവരെ നന്നാക്കുക. ഹിജ്റ മീലാദി വർഷം 200-ൽ മരണപ്പെട്ടു. ഹിജ്റ 23-ന് മുമ്പായിട്ട്. അൽ ബയ്യിനത്തു അലാമൻ ഇദ്ദഈ, വാദിക്കുന്ന ഒരാളാണ് തെളിവ് കൊണ്ടുവരേണ്ടത്. വൽ യമീൻ അലാമൻ അൻകറ, നിഷേധിക്കുന്ന ആൾ സത്യം ചെയ്യാൻ. ഇത് അദ്ദേഹത്തിലേക്ക് ചേർക്കുന്ന വരികളാണ്. ഓക്കെ, ഇത്രത്തോളാണ് പോയിൻ്റുകൾ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അസ്സലാമു അലൈക്കും.